ഹോസ്പിറ്റലിൽ നിന്നല്ലേ? ആരെവിടെ ഇപ്പോ? എന്താ വിസ്മയ, എന്താടി നോക്കുന്നേ? ഒരാളെ എങ്ങനെയാ ജീവനോടെ രക്ഷിക്കേണ്ടതെന്ന ടെൻഷനിൽ നെട്ടോട്ട് ഓടുക ഞാൻ. അപ്പോഴാ ബാക്കിയുള്ളവരെങ്ങനെയാ മരിക്കേണ്ടെന്ന് ചിന്തിക്കുന്ന അല്ലേ? ഒന്നും അറിയാത്ത പോലെയുള്ള ഈ നോട്ടം ഉണ്ടല്ലോ, അത് ഭയങ്കര ബോറാ. എന്താ വിസ്മയ, നീ കാര്യം പറ. ദേ, എന്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കരുത്. എല്ലാം മനസ്സിലാക്കിയിട്ടാ ഞാൻ ഓടി വന്നത്. എന്ത്? ഏത് മുഹൂർത്തത്തിലാ ചേച്ചി മരിക്കാൻ തീരുമാനിച്ചത്? എന്തിനു വേണ്ടി? ആരെ തോൽപ്പിക്കാൻ? മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചേച്ചി സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ചു എന്നറിഞ്ഞിട്ട് ചങ്ക് പിടച്ചോണ്ടാ ഞാൻ ഇവിടെ എത്തിയത്. ഇനി ചേച്ചി ഒന്നും മറയ്ക്കാൻ ശ്രമിക്കരുത്. ദേ നോക്ക്, നിങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിച്ച് കാണണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി എന്റെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചവളാ ഞാൻ. എന്നിട്ടും ഇങ്ങനൊക്കെ ചെയ്താ എന്താ? എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തെ? ഒന്നും പറയാനില്ലല്ലേ? ജീവിതത്തിൽ നിന്ന് എല്ലാവരെയും തോൽപ്പിച്ച് എസ്കേപ്പ് ചെയ്യാൻ എളുപ്പമാ, അത് ആർക്കും പറ്റും. അതിജീവിക്കാനാ ബുദ്ധിമുട്ട്. അതിന് കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതിനെയാണ് ജീവിതം എന്ന് വിളിക്കുന്നത്. ചേച്ചി പറ, ഒടുക്കത്തെ ഉറക്കത്തിനുള്ള ഉറക്ക ഗുളികൾ കഴിച്ചില്ലേ ചേച്ചി? ഇല്ലേന്ന്? ഇല്ല. ഒരു ധൈര്യത്തിന് വേണ്ടി വാങ്ങി വെച്ചതാ. ഒരാത്മഹത്യാ ശ്രമം പണ്ടേ പരാജയപ്പെട്ടതാ. ചരിത്രം അറിയാലോ നിനക്ക്. അടുത്ത അറ്റംപ്റ്റ് എങ്കിലും ഫെയിൽ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോറി വിസ്മയ. ഞാനും വിനയേട്ടനെ ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. നിനക്കറിയാലോ, വിനയേട്ടന്റെ കുഞ്ഞിന്റെ വയറ്റിൽ വളരുന്നത് വിനയേട്ടനെ നിനക്ക് മാത്രമേ അതറിയൂ. വിനയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ എങ്ങോട്ട് പോവും? അമ്മാവനും അമ്മായി എന്നെ ശപിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് നീ കണ്ടതല്ലേ? വിനയേട്ടനല്ലാതെ എനിക്ക് ആരുണ്ട് ഈ ഭൂമിയിൽ? വിനയേട്ടനില്ലെങ്കിൽ എന്നെപ്പോലെ ഈ കുഞ്ഞിന്റെ ജന്മവും അനാഥമാവില്ലേ? ജീവിതം മുഴുവൻ ഞാനും നിന്റെ വിനയേട്ടന്റെ കുഞ്ഞും നിനക്കൊരു ബാധ്യതയാവാൻ പാടുണ്ടോ? അതുകൊണ്ട് വിനയേട്ടൻ എന്തെങ്കിലും സംഭവിച്ച ആ നിമിഷം എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ ഗുളികകൾ വാങ്ങി കയ്യിൽ വെച്ചത്. അവസാന നിമിഷം വരെ ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാം വിസ്മയ. പക്ഷെ അതിനും അപ്പുറമായ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, ഈ ജീവിതം വിട്ട് മരണമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പാ. വിസ്മയെങ്കിലും ഇതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തരുത് പ്ലീസ്. വിനയേട്ടനൊന്നും സംഭവിക്കില്ല. വിനയേട്ടൻ തിരിച്ചു വരും. രോണിയേച്ചി എന്നെ വിശ്വസിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.